വീഡിയോക്കകത്ത് പറയുന്ന വെച്ചാല് ഈ DK രവി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ കോളാറിലെ ഒരു സർക്കാരിന്റെ സ്ഥലം എത്രയോ 45-ാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം നേരം ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും. ഞാനും നമ്പൂതിരി നിനക്കറിയാം. എല്ലാവർക്കും നമസ്കാരം. CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ തെറിവിളിയാണ് കിട്ടിയിട്ടുള്ളത്. നീ എന്തുവാടാ ചുമ്മാ ഇല്ലാത്ത കഥ തള്ളുന്നോ, നിനക്ക് അയാളെ പറ്റിയിട്ട് എന്തറിയാം, നീ എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്, ഇങ്ങനെ നീണ്ടു നിരന്ന തെറിവിളിയാണ് പൂരമാണ് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള. ഒരുപാട് തെറിവിളി കേട്ടിട്ടുണ്ട്. അപ്പോഴും നമുക്ക് സത്യം അറിയാം, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ വായ്ത്തോന്നി കോതയ്ക്ക് പാട്ടല്ല പറയുന്നതെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മിണ്ടാതിരുന്നു, തെറിവിളി കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ നിരന്തരം ഓരോ ന്യൂസുകളിലും പല ആൾക്കാരും ഈ കഥകൾ പോസ്റ്റുകളായിട്ട് ഇടുന്ന സമയത്ത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇതിലൊക്കെ എന്തോ സത്യാവസ്ഥകളും സത്യം ഒക്കെ ഉണ്ടെന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ടൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ റോയ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഏതൊരു ആൾക്കാരും ആഗ്രഹിക്കുന്നതിന്റെ 100 ഇരട്ടി ലാവിഷും അത്രയും ഒരു വേറെ ലെവൽ കോടീശ്വരനായിട്ടാണ് ആ വ്യക്തി ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തതിന്റെ പിന്നിൽ നല്ല പോലെ നിഗൂഢതകൾ ഉണ്ടെന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും കാര്യങ്ങളായിട്ട് ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഒരാൾ ജീവിച്ചിരുന്നപ്പോൾ നല്ല ഇമേജോടെയും എന്നാൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ഇമേജ് വലിച്ചു കീറപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ നേരെ തിരിച്ചാണ്. ജീവിച്ചിരിക്കുമ്പോൾ നാറികളെന്ന് പറഞ്ഞ് മുദ്ര കുത്തുകയും എന്നാൽ മരിച്ചതിന് ശേഷം അവൻ നല്ലവനായിരുന്നു എന്നുള്ള രീതിയിൽ മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജീവിച്ചിരുന്ന സമയത്ത് നല്ലവനും മരിച്ചു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളുമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും കുറെ പേര് പറയുന്നുണ്ട്, അയാൾ നല്ല പ്രവൃത്തി ചെയ്തില്ലടാ, മരിച്ചില്ലടാ, ഇനി വിടടാ എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ, അതൊരു ഭാഗത്ത് നോക്കുമ്പോൾ ന്യായമാണ്. പക്ഷേ അദ്ദേഹം കാരണം വേറെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു സമയത്ത് നീറി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിക്കുന്നത് പോലെ സത്യങ്ങൾ ഓരോന്നും പുറത്തു വന്ന് മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ വ്യക്തികൾക്ക് നീതി കിട്ടുന്നതുമാകാം എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പറയേണ്ടി വരും. അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ പറയും കുറെ എണ്ണം, നീ എന്ത് കീരവതാള കിഴങ്ങാടാ പറയുന്നതെന്നല്ലേ, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ശ്രീജിത്ത് സോമനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം. 2000-കളിൽ ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് ഉയർന്നു വന്ന ഒരു പേരാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ്. KK നമ്പൂതിരിയും ലതാ നമ്പൂതിരിയുമായിരുന്നു അതിന്റെ സാരഥികൾ. അതായത് KK നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വ്യക്തിയോടൊപ്പം നിന്നുകൊണ്ട് ആ വ്യക്തിയെ ചതിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ഭാര്യയെ കല്യാണം കഴിച്ചെന്നും ഭാര്യയെ തട്ടിയെടുത്തെന്നൊക്കെ ഉള്ള റൂമേഴ്സ് ഒക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ആദ്യം ഒന്ന് പറഞ്ഞപ്പോ നമ്മളെ പൂരത്തെറിയില്ല, നിനക്ക് എന്നാ തേങ്ങ അറിയാടാ, എന്നാ കിരവിത്ത് അറിഞ്ഞിട്ടാടാ. അതുപോലെ ആ KK നമ്പൂതിരിയുടെ ഭാര്യ ആയിട്ടുള്ള ലതാ നമ്പൂതിരിയുടെ സ്വത്തിലുള്ള പണവും കാര്യങ്ങളൊക്കെ ഏതോ വഴിക്ക് ഈ ഒരു CJ റോയ് എന്ന് പറയുന്ന വ്യക്തി തട്ടിയെടുത്തിട്ടാണ് അയാൾ എന്ന് ഈ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തിയെന്ന് ഒരു ആരോപണവും റൂമേഴ്സൊക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വരണം. എനിക്ക് അതേ പറയാനുള്ളൂ, സത്യാവസ്ഥ പുറത്തു വരണം. അത് ജീവിച്ചിരുന്നപ്പോഴായാലും മരിച്ചപ്പോഴായാലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, കുറ്റം ചെയ്താൽ കുറ്റം എന്ന് പറയും, തെണ്ടിത്തരം കാണിച്ചാൽ തെണ്ടിത്തരം എന്ന് തന്നെ പറയും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല. പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കമ്പനി 300 കോടിയുടെ വിറ്റുവരവ് മറികടന്നതായി റിപ്പോർട്ടുകളുണ്ട്. കമ്പനി അതിന്റെ ഉച്ചസ്ഥാനത്തിൽ നിന്നിരുന്ന സമയത്ത് വാർഷിക വിറ്റുവരവ് 520 കോടി രൂപ 520 കോടി രൂപ ഓക്കെ വരെ എത്തിയതായിരുന്നു പല ബിസിനസ് രേഖകളും സൂചിപ്പിക്കുന്നു. ഈ സമയത്താണ് ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ അവർ ഒട്ടനവധി പ്രോജക്റ്റുകൾ ഒരേ സമയം ഏറ്റെടുത്തത്. അതായത് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് കോടികളുടെ സമ്പാദ്യം വാരിക്കൂട്ടി വേറെ ലെവലിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഓക്കെ, 2014-15 കമ്പനിയുടെ പ്രധാന വിഭാഗങ്ങളിൽ ഒന്നായ ക്രിസ്റ്റൽ പ്രോജക്ട് ഇന്ത്യ ലിമിറ്റഡിന്റെ വരുമാനം ഏകദേശം 32.7 കോടി രൂപയായി കുറഞ്ഞു. അതായത് ഇത്രയും കോടി വരുമാനം ഉണ്ടായിരുന്ന കമ്പനിയുടെ വരുമാനം 2014-15 കാലയളവായപ്പോൾ 32.7 കോടിയായിട്ട് കുറഞ്ഞു. 520 കോടിയിൽ കടന്നതാണ് വരുമാനം. ഏത് രീതിയിൽ കുറഞ്ഞെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വൻ ഇടിവ്, നെഗറ്റീവ് CAGR രേഖപ്പെടുത്തി. LIC, ഹൗസിംഗ് ഫിനാൻസ്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലോൺ ബാധ്യതകൾ ഉണ്ടായിരുന്നു. നിക്ഷേപകരുടെ പണം കൃത്യമായി വിനിയോഗിക്കാത്തതും പ്രോജക്റ്റുകൾ മുടങ്ങിയതും വഴി കമ്പനി പാപ്പരാകുന്നു അവസ്ഥയിലേക്ക് നീങ്ങി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും കോടതി വഴി നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു കാലത്ത് 500 കോടിയിലധികം വിറ്റുവരവുണ്ടായിരുന്ന ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് തെറ്റായ സാമ്പത്തിക മാനേജ്മെന്റും
CJ റോയുമായുള്ള തർക്കങ്ങളും കാരണം 30 കോടിയിലേക്ക് കൂപ്പുകുത്തുകയും ഒടുവിൽ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിലാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഈ KK നമ്പൂതിരി ആയിരുന്നു അതിന്റെ മെയിൻ. ആ ഗ്രൂപ്പിലായിരുന്നു CJ റോയ് ഉണ്ടായിരുന്നത്. എന്നാൽ CJ റോയ് എന്ന് പറയുന്ന അദ്ദേഹം കുറച്ച് കാലയളവൊക്കെ കഴിഞ്ഞിട്ട് നൈസായിട്ട് അവിടെ നിന്ന് വലിഞ്ഞ് വേറെ സ്വന്തമായിട്ട് പോയി തുടങ്ങുകയും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും കൂടി അങ്ങോട്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇരുന്ന് ചിന്തിക്കും. സത്യാവസ്ഥകളെല്ലാം പുറത്തു വരട്ടെ. അപ്പോൾ ഒടുവിൽ നമ്മൾ നിർത്തി. പ്രവർത്തനരഹിതമാവുകയായിരുന്നു പ്രോജക്റ്റുകൾ. അതായത് ഒടുവിൽ പ്രവർത്തനരഹിതമായി. തടസ്സപ്പെട്ടതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പരാതി നൽകാൻ തുടങ്ങിയപ്പോൾ ഉടമസ്ഥർ കുറെ കാലം പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കുകയും അപ്രതീക്ഷിതരാകുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ബാംഗ്ലൂരിലെയും മറ്റു ഓഫീസുകൾ പൂട്ടിയ നിലയിലായതിനാൽ പല നിക്ഷേപകർക്കും ഇവരെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഉപഭോക്തൃ കോടതികളും അതോറിറ്റികളും പല കേസുകളും ഉടമസ്ഥർക്കെതിരെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട്. കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം നൽകാനുള്ള നടപടികൾ വിവിധ ഘട്ടങ്ങളായി നടക്കുന്നു. ഓക്കെ, CJ റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പുമായുള്ള ബന്ധം എന്താണെന്ന് അറിയുമോ? ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ അദ്ദേഹം ഒരു മാനേജറായിട്ടാണ് CJ റോയ് തന്റെ കരിയർ ആരംഭിച്ചത്. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിപണന തന്ത്രങ്ങൾ വഴി കമ്പനിയുടെ വളർച്ചയിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഇതിന്റെ ഫലമായി സ്ഥാപനകരമായ KK നമ്പൂതിരി റോയിയെ കമ്പനിയുടെ ഒരു ഡയറക്ടർ പദവിയിലേക്ക് ഉയർത്തി. സ്ഥാപകനായ KK നമ്പൂതിരിയുടെ ഭാര്യ ലതാ നമ്പൂതിരിക്കൊപ്പമായിരുന്നു അദ്ദേഹം അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. ഓക്കെ, ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല സുപ്രധാന തീരുമാനങ്ങളും പ്രോജക്റ്റുകളും നിയന്ത്രിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു എന്നതിനാലാണ് കമ്പനിയുടെ ലാഭത്തിലോ അധികാരത്തിലോ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. അതായത് കമ്പനിയുടെ ലാഭത്തിലും അധികാരത്തിലും CJ റോയ്ക്ക് നല്ല പങ്കുണ്ടായിരുന്നു. എങ്കിലും നിയമപരമായി അതൊരു കുടുംബ നിയന്ത്രിത കമ്പനിയായിരുന്നു. KK നമ്പൂതിരിയും ഭാര്യ ലതാ നമ്പൂതിരിയും ആയിരുന്നു പ്രധാന ഉടമകൾ. ഇവര് രണ്ടുപേരുടെയും ഉടമസ്ഥതയിലാണ്. എന്നാലും CJ റോയ്ക്കും അതിൽ ചെറിയ അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. കമ്പനിയുടെ സുവർണ കാലഘട്ടം ആയിരുന്നു 2006. അദ്ദേഹം പൊടുന്നേനെ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് രാജിവെക്കുകയും സ്വന്തമായ ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ബിസിനസ് രീതികളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വന്തമായി ഒരു ബ്രാൻഡ് കെട്ടിപ്പടുക്കണമെന്ന ലക്ഷ്യവുമാണ് ഇതിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഒരു വലിയ വിഭാഗം ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപിക്കാൻ സഹായിച്ചു. അതായത് റോയ് അവിടെ നിന്നിട്ട്, ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അവിടെ നിന്നിട്ട് നൈസായിട്ട് അവിടെ നിന്ന് രാജിവെച്ചിട്ട് ഇപ്പുറത്ത് പോയി. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ കുറെ സംഭവങ്ങൾ നടന്നെന്നും ഈ KK നമ്പൂതിരിയുടെ ഭാര്യ CJ റോയ് അടിച്ചുകൊണ്ട് പോയെന്നൊക്കെയാണ് കരക്കമ്പിയിലെ സംസാരം. ഓക്കെ, എന്നാൽ 2005 അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നും പുറത്തു വന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് തുടങ്ങിയ സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ചില ഭൂമി ഇടപാടുകളിലും സ്വത്തുക്കളിലും ക്രമക്കേട് നടന്നതായും ചില സ്വത്തുക്കൾ ബിനാമി പേരിൽ മാറ്റിയതുമായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതേ ചൊല്ലി ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥരും റോയും തമ്മിൽ വലിയ നിയമ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പല പ്രധാന ഭൂമി ഇടപാടുകളും നടത്തിയിരുന്നത് CJ റോയ് ആയിരുന്നു. കമ്പനി വിടുന്ന സമയത്ത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടി വാങ്ങാൻ നിശ്ചയിച്ചിരുന്നതോ അല്ലെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഡ്വാൻസ് നൽകിയതോ ആയ ചില തന്ത്രപ്രധാനമായ ഭൂമികൾ അദ്ദേഹം തന്റെ പുതിയ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പേരിലേക്ക് മാറ്റിയതായി ആരോപണങ്ങൾ ഉയർന്നു. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരാനിരുന്ന പല പ്രോജക്റ്റുകളെയും ബാധിച്ചു. റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാന വിശ്വസ്തതയും മാർക്കറ്റിംഗ് ടീമുമാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഭൂരിഭാഗം സെയിൽസ് ടീമിനെയും റോയ് കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോയി. അതോടൊപ്പം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പഴയ ഉപഭോക്താക്കളെയും അദ്ദേഹം സ്വാധീനിച്ചു. ഇത് ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വരുമാനം പെട്ടെന്ന് നിലയ്ക്കാൻ കാരണമായി. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമസ്ഥർ CJ റോയ്ക്കെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾക്കും വിശ്വാസവഞ്ചനയ്ക്കും കേസുകൾ ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഈ കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോയി. ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാവുകയും അവർക്ക് കേസുകൾ കൃത്യമായി നടത്താനോ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കാനോ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്തു. റോയ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് മാറിയ ശേഷം സ്വന്തം നിലയിൽ വലിയ വിജയം കൈവരിച്ചു. കോൺഫിഡൻസ് ഗ്രൂപ്പ് വഴി ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ ഈ മാറ്റം അക്കാലത്തെ റിയൽ എസ്റ്റേറ്റ് രംഗം വലിയ ചർച്ചയായിരുന്നു. CJ റോയിയുടെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് അദ്ദേഹത്തിന്റെ പഴയകാല ഇടപാടുകളിലേക്കും വെളിച്ചം വീശുന്നതായിരുന്നു എന്നാണ് സൂചനകൾ. അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ സ്വന്തം പേരിലാക്കി എന്നതിന് വ്യക്തമായ തെളിവുകളേക്കാൾ ഉപരി ആരോപണങ്ങളും നിയമപരമായ തർക്കങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഈ തർക്കങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിതെളിയിച്ചത്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ തകർച്ചയ്ക്ക് പിന്നിൽ റോയുടെ ബിസിനസ് ബുദ്ധി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ ഒരു പ്രധാന കാരണമായി പലരും കാണുന്നു. എന്നാൽ നിയമപരമായി ഇത് തെളിയിക്കപ്പെടുന്നതിന് മുൻപേ ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരുകയും
ഇപ്പോൾ റോയ് തന്നെ അന്തരിക്കുകയും ചെയ്തിരിക്കുന്നു. ബാംഗ്ലൂരിലെ റിയൽ എസ്റ്റേറ്റ് ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പും അതിനേക്കാൾ വലിയ വീഴ്ചയുമാണ് CJ റോയിയുടെയും ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെയും കഥ. 10,000-ഓളം ജീവനക്കാരുള്ള ഒരു കമ്പനിയിൽ ഇൻകം ടാക്സ് സംബന്ധമായിട്ടുള്ള റെയ്ഡ് മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കമ്പനിയിലെ ലീഗൽ ഓഫീസർമാരും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പോലുള്ള സംവിധാനങ്ങളും ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിരിക്കുമല്ലോ. എന്തായാലും മരണകാരണം പോലീസിന് കണ്ടെത്തട്ടെ. ശ്രീജിത്ത് സോമനാഥൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഒരു വ്യക്തി ഇട്ടിട്ടുണ്ട്. അതായത് ഈ പറയുന്നവരുടെ കറക്റ്റ് ചരിത്രമാണ്. ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന റോയ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പുറത്ത് പോയിട്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തി എന്നാണ് പറയുന്നത്. പക്ഷേ കരക്കമ്പിയിൽ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുള്ള സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ KK നമ്പൂതിരി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയെ ഈ റോയ് എന്ന് പറയുന്ന ആൾ അടിച്ചുകൊണ്ട് പോവുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വത്താണ് പിന്നെ ഈ റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ വേറെ ലെവലിൽ അടിച്ച് സെറ്റപ്പാക്കി എടുത്തെന്നുള്ള രീതിയിലാണ് ബാംഗ്ലൂരിലുള്ള ആൾക്കാരുടെ ഇടയിലെ ചർച്ച. എന്നാൽ അത് മലയാളികളിലോട്ട് എത്താനായിട്ട് കുറച്ച് താമസം എടുക്കുകയാണ്. അതാണ് ഇവിടെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പുറത്തു കൊണ്ടുവരണം. എന്തിനാണ് റോയ് എന്ന് പറയുന്ന വ്യക്തി സ്വയം ജീവൻ ഒടുക്കിയത്? അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് CJ റോയ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ഇന്റർവ്യൂവിൽ. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. എന്തായാലും ഒരു ബിസിനസ്മാനും താൻ മറ്റൊരാളെ ചതിച്ചിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുത്തതെന്ന് ഒരിക്കലും പറയാൻ പോകുന്നില്ല. എങ്കിലും കേട്ടു നോക്കാം. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും. ഞാനും നമ്പൂതിരി, നിനക്കറിയല്ലോ കൃഷ്ണൻ നമ്പൂതിരി, ഞങ്ങൾ സ്പ്ലിറ്റ് ആവുന്നത് 2005-ലാണ്. എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ സ്ട്രോങ് ആണ്, ഞാൻ സ്ട്രോങ് ആണ്, പുള്ളി കുറച്ച് വീക്കാണ്. അപ്പൊ എനിക്ക് ലോക്കൽ ഞാൻ ബോണം ബ്രോട്ടപ്പാണ്, എല്ലാ ലോക്കൽ സപ്പോർട്ടും എന്റെയൊക്കെയാണ്. കമ്പനിയുടെ ഫുൾ ടീം എന്റെ അടുത്തായിരുന്നു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാർ കുറ്റം പറയും, തെറ്റ് എന്തായാലും അവർക്ക് എന്താ വരച്ചത് അത് അവർക്ക് വരും. ചേട്ടൻ അപ്പൊ ഇറങ്ങി വന്നോളൂ. അപ്പോൾ ഞാൻ പുള്ളിയായിട്ട് മീറ്റിംഗ് വെച്ചു. നിങ്ങളുടെ അന്ന് 210 കോടിയാണ് ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തത്. ഞാൻ, പുള്ളിയുടെ വൈഫ്, പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വേണം? അവർ പറഞ്ഞു, നിങ്ങൾക്ക് ഓൾ റണ്ണിങ് പ്രോജക്ട്സ് വേണം, എടുത്തോ. ഓഫീസ് വേണം, എടുത്തോ. സ്റ്റാഫ് വേണം, എടുത്തോ. പിന്നെ എല്ലാത്തരം മെറ്റീരിയൽസ് വേണം, എടുത്തോ. നിങ്ങൾക്ക് എന്താ വേണ്ടാത്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സർജാപുരത്തെ ലാൻഡ് വേണം. അന്നൊക്കെ കാട്ടുംപുറത്തെ ലാൻഡാണ്. ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നാണ്. എല്ലാം ഒരു അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു, ഒരു ആവശ്യമില്ലാത്തത്. ഞാൻ ഓക്കെ സൈൻ ഇട്ടോളം പറഞ്ഞു. 350 സ്റ്റാഫ് ഉണ്ടായിരുന്നു അന്ന് 2005. അതിൽ 300 പേര് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഞാൻ നമ്മുടെ വിൻസൺ മാനർ ഹോട്ടലില് ബോൾ റൂം എടുത്തിട്ട് ഒരു ഡിന്നർ വെച്ചു. എന്ത് പറയാൻ വേണ്ടിയെന്നറിയോ? നിങ്ങൾ ക്രിസ്റ്റൽ വിടാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പൊ സ്റ്റാഫൊക്കെ, സാർ ഇത് പ്രശ്നമല്ലേ, അത് നിങ്ങൾ വിട്ടുപോവല്ലേ, അപ്പൊ അത് ഞങ്ങൾക്കും കമ്പനി വേണ്ട. ഞാൻ പറഞ്ഞു, അതും എൻ്റെ കുട്ടിയാണ്, ക്രിസ്റ്റലും എൻ്റെ കുട്ടിയാണ്, നിങ്ങൾ വിടാൻ പാടില്ല. അങ്ങനെ ഒരു ഡിന്നർ എൻ്റെ പേഴ്സണൽ ചെലവിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് സെൻഡ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടാത്ത ചോദിച്ചു. 35 പേര് വേണ്ടെന്ന് പറഞ്ഞു. അവരെടുത്തിട്ടാണ് ഞാൻ കോൺഫിഡൻസ് തുടങ്ങിയത്. ഓക്കെ, ഇവിടെ റോയ് എന്ന് പറയുന്ന വ്യക്തി ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അവർ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയില്ലല്ലോ, പ്രത്യേകിച്ച് ഇതൊരു ഇന്റർവ്യൂവിലാണ് വന്നിരുന്നത് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇന്റർവ്യൂ ഇട്ട് അപ്ലോഡ് ആയതിനു ശേഷം മണിക്കൂറുകളോ എന്തോ കഴിഞ്ഞപ്പോൾ റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ ഇന്റർവ്യൂ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ആങ്കർ ചെയ്തിട്ടുള്ള പയ്യൻ തന്നെയാണ് പറയുന്നത്. അത് റോയ് എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷമാണ് അവൻ വന്ന് പറയുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. 5-ാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം നേരം ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൊളാബ് ചെയ്തത് അദ്ദേഹം അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. എന്നിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു പുലർച്ചെ 12:30 1 മണിയൊക്കെ ആയി കാണും. വിളിച്ചിട്ട് പറഞ്ഞു, വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല. പക്ഷെ ഭാര്യ അത്യാവശ്യമായി എമർജൻസി കേസായി ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല, അതുകൊണ്ട് ദയവായി ഒന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അതിലൊരു ആ വാദത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ അതിനാണ് അഭിമുഖം ഞാനും കണ്ടു. പറഞ്ഞതുപോലെ ആ വാദത്തിൽ കഴമ്പില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ താങ്കൾ വാദിക്കുന്ന തരത്തിൽ ആ അഭിമുഖത്തിൽ എന്തെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ, മറ്റാരെങ്കിലും പറഞ്ഞത് കൊണ്ടാണോ ഇത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചപ്പോ
എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു. അരുൺ, ED റെയ്ഡ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ സമയത്ത് ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഡിസംബർ മാസം 5-ാം തീയതി പറയുന്നത്. അന്ന് IT റെയ്ഡ് എന്നല്ല, എൻ്റെ അടുത്ത് പറഞ്ഞു ED റെയ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നീട് ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞ് ഡിസംബർ 15-ാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഡിസംബർ 15-ാം തീയതി അദ്ദേഹം വിളിക്കുന്നു, അരുൺ അപ്ലോഡ് ചെയ്തോളൂ, അപ്പം ഇത്ര നേരം ഇത്ര വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് എന്നും കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്തായി റെയ്ഡ്, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചപ്പോ, അറിയാലോ ED റെയ്ഡ് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അറിയാലോ, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം എന്നാണ് റോയ് പറഞ്ഞത്. പിന്നീട് 2 തവണ അദ്ദേഹം സംസാരിക്കാം എന്ന് പറഞ്ഞ് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ തവണയും ഞാൻ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം, നമുക്ക് അടുത്ത തവണ ഇരിക്കാം എന്ന് പറഞ്ഞു. 2-ാം തവണയും ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ കാണാനിരുന്നെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംസാരം, അതായത് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീട് ഈ ഫോണിലൂടെ സംസാരിച്ച കോൺഫിഡന്റ് റോയി വളരെ എന്താ പറയാ ഊർജം കുറഞ്ഞ ഒരു ലെവലിലാണ് സംസാരിച്ചത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ എന്നിപ്പോ ചോദിക്കുന്നതിൽ കാര്യമില്ല. അന്ന് തന്നെ അദ്ദേഹത്തിൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാധാരണ CJ റോയ് അങ്ങനെയല്ല, സാധാരണ സംസാരിച്ചു വരുന്ന CJ റോയ് ആ രീതിയിലല്ല ഇടപെടാറ്. ഓക്കെ, മാസങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ED റെയ്ഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇവിടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ വേറെ എന്തൊക്കെയാണ്, എന്തോ നല്ല ദുരൂഹതകളും എന്തോ നല്ല ഉടായ്പകളും ഉണ്ട്. ഈ CJ റോയ് എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത് ഉയർത്തിയെടുത്തെങ്കിലും അതിന്റെ ഇടയിൽ നല്ല നിഗൂഢതകളുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം സ്വയം ജീവൻ ഒടുക്കിയെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെറിയ അപ്പോപ്പ കേസിന് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരു ഇൻകം ടാക്സ് റെയ്ഡ് വന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യത്തില്ല. എന്തോ നല്ല 1-ാം തരം ചിമിട്ട് സാധനം പുറത്ത് പൊട്ടാനിരുന്നത് പൊട്ടും എന്നുള്ള ഘട്ടമായപ്പോൾ ഇനി പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിലനിൽപ്പില്ല, എന്റെ കുടുംബം അടക്കം ചെളിവാരി തേക്കപ്പെടുമെന്ന് ഉറപ്പായ സ്ഥിതിക്കായിരിക്കണം ഇനി ജീവൻ ഒടുക്കിയിട്ടുണ്ടെങ്കിൽ ഒടുക്കിയത്. ഇനി അല്ല എങ്കിൽ CJ റോയ് എന്ന് പറയുന്ന വ്യക്തിയെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാണ്ട് അങ്ങ് 9 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയതിൽ ഒരു നിഗൂഢതയുണ്ട്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഇനി ആരെങ്കിലും അവിടെ ഉള്ള സ്റ്റാഫുകൾ ആരെങ്കിലും വിട്ട് തന്നെ തീർത്തിട്ട് ഉള്ള പരിപാടിയാണെന്നും അറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഒരു കോടീശ്വരൻ അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് എങ്ങാണ്ട് വരുന്ന സമയത്ത് അവിടെ അയാൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുക, അങ്ങനെ എന്തോ ഒരു സമയത്ത് കൂടെ ഉള്ള ഒരാള്, അവിടെ സെക്യൂരിറ്റി പോലെ എന്തോ ഉള്ള ഒരാള് ഇയാളുടെ റൂമിൽ കയറി ഇയാളെ വെടിവെച്ചിട്ടിട്ട് ഇയാളുടെ കയ്യിലെടുത്ത് തോക്ക വെച്ചിട്ട് സ്വയം തീർന്നതായിട്ടുള്ള സെറ്റപ്പിൽ ആക്കി വെച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻസ്റ്റാ റീൽ എങ്ങാണ്ടാണ് ഞാൻ കണ്ടത്, ഒരു വെബ് സീരീസ് എങ്ങാണ്ട് ഉള്ളതാണ്. അപ്പൊ അതുപോലെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഘട്ടങ്ങളും കാര്യങ്ങളൊക്കെ വേറെ ലെവലിൽ പോകും. ഓക്കെ, ഇനി വേറൊരു പെൺകുട്ടി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. വീഡിയോക്കകത്ത് പറയുന്ന വെച്ചാല് ഈ DK രവി എന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ കോളാറിലെ ഒരു സർക്കാരിന്റെ സ്ഥലം എത്രയോ 48 ഏക്കറിന്റെ സ്ഥലം ഈ CJ റോയിന്റെ ആൾക്കാരും ഇയാളും കൂടെ ചേർന്നിട്ട് കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇതെന്താണ് സംഭവം എന്ന് അറിയാമോ? അതായത് ഒരു IPS കാരനുണ്ടായിരുന്നു ബാംഗ്ലൂരിലെങ്ങാണ്ട്, അയാൾ സ്വയം ഇതുപോലെ ജീവൻ എന്താ ഒടുക്കി. ആ കാര്യത്തിൽ നല്ല നിഗൂഢത ഉണ്ടെന്നും അതിന്റെ പിന്നാലെ ഈ CJ റോയ്ക്ക് പങ്കുണ്ടെന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഒരു ക്ലാരിറ്റിയും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതും വീഡിയോ ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. എന്നാലും അതിന്റെ പിന്നാലെ നമുക്കൊരു അന്വേഷണം നടത്താം. ഇനി ഞാനൊരു ന്യൂസ് കൊടുക്കാം. ഇദ്ദേഹത്തിന്റെ ഡയറിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ നമ്മുടെ CJ റോയിയുടെ ഡയറിയിൽ നിന്ന് നിർണായക ചില വിവരങ്ങൾ കണ്ടെത്തി എന്നതാണ് സൂചന. ജീവനൊടുക്കാൻ റോയ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നതാണ് വിവരം. ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ഡയറിയിൽ നിന്ന് കണ്ടെത്തിയത്. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടെന്നും കുറിപ്പിൽ പറയുന്നു. കുറെ കാലമായി കൂടെയുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണമെന്നും കുറിപ്പിൽ ആവശ്യപ്പെടുന്നുണ്ട്. താനൊരു എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുകയാണ്, എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് എന്നറിയുന്നു. ദീപക് മോഹനോട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, വെരി ഗുഡ് മോർണിംഗ്. ദീപക് മോഹൻ, IT ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദത്താലാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ജീവൻ ഒടുക്കിയത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെയും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് റോയ് തന്റെ ആത്മഹത്യാക്കുറിപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിന്റെ ആരോപണത്തിന്റെ ബലം നഷ്ടപ്പെടും. നാളെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മാധ്യമങ്ങളെ കാണാൻ ഇരുന്നതാണ്. ഒരുപക്ഷേ ഡയറിയിൽ നിന്ന് ഈ നിർണായക വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കുമോ അവർ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ടാവുക? എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? SIT നൽകുന്ന ചെറിയ ക്ലൂ എന്താണ്? ഈ അന്വേഷണം ഏത് ഘട്ടത്തിൽ എങ്ങനെ എവിടെ എത്തി നിൽക്കുന്നു? അരുൺകുമാർ, ആദ്യം ഈ കേസ് ഏറ്റെടുത്തത് കർണാടക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, കർണാടക CID ആയിരുന്നു. എന്നാൽ പിന്നീടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയത്. ഈ പ്രത്യേക അന്വേഷണ സംഘം കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ബംഗളൂരുവിലുള്ള റിച്ച്മോണ്ട് സർക്കിളിലെ ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഡയറി കണ്ടെത്തിയത്. ഈ ഡയറിയിലാണ് ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത്. അതുതന്നെ 7 പേജുകളിൽ അധികമായാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കാൻ പോവുകയാണ്, തന്നോട് തന്റെ കുടുംബങ്ങളും അടുപ്പക്കാരും ഒക്കെ ക്ഷമിക്കണമെന്നാണ് ആദ്യം പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു, തന്നോടൊപ്പം നിന്നിരുന്ന സംരംഭകരോടൊക്കെ അവരെയൊക്കെ തന്നെ ഇനി സംരക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആ പരാമർശങ്ങളുണ്ട്.
പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച ഈ വിവരങ്ങൾ, ഈ ഡയറിയിലുള്ള വിവരങ്ങളാണ് ആത്മഹത്യ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു റോയി എന്നുള്ള നിഗമനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ SIT ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ അവിടെ ചെന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിവരങ്ങൾ പുറത്തുവിട്ടത്. അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ആത്മഹത്യക്കുറിപ്പും പുറത്തു വന്നുള്ള രീതിയിൽ വിവരങ്ങൾ വരുന്നത്. ഏതായാലും പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ വിശദമായ പരിശോധന നടത്തും. ഈ ഡയറിയിലാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് വിദേശ സംരംഭങ്ങളിൽ നിന്ന് തിരിച്ചടി നേരിട്ടു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ദീപക്, ഇതിനകത്തൊരു സംശയമുള്ളത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആ ദിവസം ഈ റോയിയെ കാര്യമായിട്ട് ചോദ്യം ചെയ്തിട്ടില്ല എന്ന് SITക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആരോപണത്തിന് മുന്നിൽ നിന്ന് IT ഡിപ്പാർട്ട്മെന്റ് തൽക്കാലം തലയൂരും അല്ലെ? ഈ ആത്മഹത്യക്കുറിപ്പൊക്കെ കണ്ടെത്തുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ടോ റോയിയുടെ കുടുംബാംഗങ്ങൾ? അരുൺ, മാധ്യമങ്ങളെ കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നതാണ്. ആ സമയത്ത് കുടുംബം കൂടുതൽ പ്രതികരണത്തില്ല. അതോടൊപ്പം സഹോദരൻ ബാബു പറഞ്ഞത് കൂടുതൽ പ്രതികരണത്തിലില്ല, അന്വേഷണം ഇപ്പോൾ നടക്കട്ടെ, അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നുള്ള രീതിയിലാണ്. കോൺഫറൻസ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ തലവൻ ജോസഫ് നാളെ മാധ്യമങ്ങളെ കാണും എന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ചു എന്നുള്ള രീതിയിലേക്കാണ് വിവരം വരുന്നത്. ഏതായാലും SIT വിശദമായി തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒപ്പം ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തുന്നത്. അതനുസരിച്ചായിരിക്കും ഇനി കൂടുതൽ നിഗമനങ്ങളിലേക്ക് SIT എത്തുക. അരുൺ, ശരി, താങ്ക് യു. ദീപക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്, നിർണായകമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. CJ റോയിയുടെ ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന്റെ സമാനമായ ചില സൂചനകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം ആദായനികുതി വകുപ്പിന് ഈ ആരോപണത്തിന് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. എന്തായാലും പുറത്തുവരുന്ന വിവരങ്ങൾ അത് അന്വേഷിക്കട്ടെ SIT. അതിനുശേഷം നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്താം. CJ റോയ് സ്വയം ജീവൻ ഒടുക്കിയതാണോ അതോ തീർത്തതാണോ, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. അതുപോലെ ഈ വ്യക്തിയെ പറ്റിയിട്ട് കേൾക്കുന്ന കഥകളൊന്നും ഇപ്പൊ അത്ര നല്ലതൊന്നും അല്ല, വെടിപ്പായിട്ടുള്ള കഥകളൊന്നും അല്ല. എന്തോ നമുക്കിതിന്റെ സത്യാവസ്ഥ കാത്തിരിക്കാം, ഓരോന്നായിട്ട് പുറത്തു വരട്ടെ. എന്തായാലും ഈ KK നമ്പൂതിരിയുടെ ഭാര്യ അടിച്ചുകൊണ്ട് പോയെന്നുള്ള ഒരു കഥയും കൂടി ഉണ്ട്. അതിന്റെ സത്യാവസ്ഥയും ഇതൊക്കെ എല്ലാം കൂടിയൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്താണെന്ന് അഭിപ്രായങ്ങൾ താഴെ കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.